ഇപ്പോൾ കേരളത്തിൽ കാലവർഷം എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് സംസ്ഥാനത്ത് കനത്ത മഴ കാലവർഷത്തിന് മുന്നോടിയായി പെയ്യുന്നുണ്ടായിരുന്നു. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ കാലവർഷം എത്തുമെന്നായിരുന്നു നേരത്തെ നമുക്ക് കിട്ടിയിരുന്ന അറിയിപ്പ്. പക്ഷേ ഇപ്പോൾ കാലവർഷം എത്തിയിരിക്കുന്നു എന്നത് സ്ഥിരീകരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ്. അതായത് വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ ശക്തമായ മഴ പ്രതീക്ഷിക്കണമെന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാലവർഷം എത്തിയിരിക്കുന്നു, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറച്ച് നേരത്തെയാണ് ഇത്തവണ കാലവർഷം എത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്നിപ്പോൾ 24 26 അല്ലെങ്കിൽ 27 കാലവർഷം എത്തുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. പക്ഷേ അതിന് 1-2 ദിവസം മുൻപ് തന്നെ കാലവർഷം ഇത്തവണ എത്തിയിരിക്കുന്നു. നേരത്തെയുള്ള പ്രവചനങ്ങൾ അനുസരിച്ച് ഇത്തവണ മഴ കൂടുതൽ ലഭിക്കുമെന്നാണ് ഉള്ള പ്രവചനം. ഏതായാലും മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീജ, കാലവർഷം എത്തിയിരിക്കുന്നു എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണോ കാലാവസ്ഥാ വകുപ്പ്? തീർച്ചയായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രകാരം കേരളത്തിൽ കാലവർഷം എത്തി എന്നുള്ളതാണ്. ഇത് നേരത്തെ തീരുമാനിച്ചിരുന്നതിൽ നിന്നും ആണ് സംസ്ഥാനത്ത് ഇപ്പോൾ കാലവർഷം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. 14 വർഷത്തിൽ ഇത് ആദ്യമാണ് ഇത്തരത്തിൽ നേരത്തെ കേരളത്തിൽ കാലവർഷം എത്തുന്നത് എന്നുകൂടിയാണ് ഏതായാലും അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഈ മാസം അവസാനത്തോടു കൂടി കേരളത്തിൽ കാലവർഷം എത്തിച്ചേരും എന്നുള്ളതാണ്. പിന്നീട് അതിലൊരു ചെറിയ മാറ്റം വരികയും 27-ന് എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴയാണ്. ശക്തമായത് മുതൽ അതിശക്തമായിട്ടുള്ള മഴയാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മഴയുടെ തോതുകൂടി പരിശോധിച്ചാണ് നിലവിൽ ഇപ്പോൾ ഏതായാലും സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് കൂടി വന്നിരിക്കുന്നത്. മനോ, ഷീജ, അപ്പോൾ കാലവർഷം എത്തിയെന്ന് സ്ഥിരീകരിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുടെ മുന്നറിയിപ്പുകൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണല്ലേ? തീർച്ചയായും. ഏതായാലും കഴിഞ്ഞ ദിവസം വന്ന അലർട്ട് പ്രകാരം മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാന വ്യാപകമായി പ്രത്യേകിച്ചും വടക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മഴ അതിതീവ്രമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇന്നു മുതൽ വരുന്ന 5 ദിവസത്തേക്ക് ശക്തമായത് മുതൽ അതിതീവ്രമായ മഴയ്ക്ക് വരെയുള്ള സാധ്യതയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇതിന്റെ കാലവർഷം കൂടി എത്തിയ സാഹചര്യത്തിലുള്ള പുതുക്കിയ അലർട്ടുകൾ 1 മണിക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കുന്നതായിരിക്കും. അതിലായിരിക്കും ഏത് രീതിയിലായിരിക്കും സംസ്ഥാനത്തെ മഴയുടെ ചിത്രം എന്നുള്ളത് വ്യക്തമാവുക. ഏതായാലും സംസ്ഥാന വ്യാപകമായി തന്നെ മഴ ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സംസ്ഥാന വ്യാപകമായി മഴ കൂടുതൽ തീവ്രമാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഏതായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വേണ്ട മുൻകരുതൽ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിലെത്തി സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്തുന്നതായിരിക്കും. ഏത് രീതിയിലാണ് സംസ്ഥാനം നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, സംസ്ഥാനത്ത് ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. ഏതായാലും എല്ലാ ജില്ലകൾക്കും അലർട്ടുകൾ വരുന്നതിന് മുൻപ് തന്നെ വേണ്ട മുന്നറിയിപ്പുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് ജില്ലാ കളക്ടർമാർക്കും അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് കാലവർഷം എത്തി എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാനം കാലവർഷത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന് കൂടിയാണ് സർക്കാരും വ്യക്തമാക്കുന്നത്. മനു, നമ്മൾ ഇപ്പോൾ ഷീജ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിലൊക്കെ സ്വാഭാവികമായി ശക്തമായ മഴയുണ്ടാകും. വലിയ ജാഗ്രതയോടെ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ച് തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ നൽകുന്ന മുൻകരുതലുകൾ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്ന ഒരു 1.5 മാസം, അല്ലേ ഷീജ? തീർച്ചയായും മനു, അതിലൊരു സംശയമില്ല. കാരണം നമുക്കറിയാം കാലവർഷം എത്തും എന്ന് പറയുന്നതിൽ നിന്നും കാലവർഷം വൈകി എത്തുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നമ്മൾ കേരളത്തിൽ നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇപ്പോൾ ഏതായാലും ഏകദേശം കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 14 വർഷത്തിന് ശേഷമായിരിക്കും കാലവർഷം സംസ്ഥാനത്ത് നേരത്തെ എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സംസ്ഥാനം പൂർണ്ണതോതിൽ സജ്ജമാണ്. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തിപ്പെടും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള നേരത്തെ വന്ന പ്രവചനങ്ങൾ അനുസരിച്ച് ഇത്തവണ കൂടുതൽ മഴ ലഭിക്കുമെന്നായിരുന്നു നമുക്ക് കിട്ടിയ പ്രവചനങ്ങൾ. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം കണ്ടിട്ട് ഏകദേശം ആ പ്രവചനങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നുന്നു, അല്ലേ?
തീർച്ചയായും മനു, തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. കാരണം സംസ്ഥാന വ്യാപകമായി മഴയുടെ തോതും ഇത്തവണ കൂടുതലായിരിക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കാലവർഷം കൂടുതൽ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്തിന് ലഭിക്കുക കാലവർഷത്തിൽ എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. ആ രീതിയിലാണ് നിലവിൽ ഇപ്പോൾ തന്നെ, അതായത് കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി പെയ്ത മഴയുടെ തോത് പരിശോധിക്കുമ്പോൾ തന്നെ ശക്തമായത് മുതൽ തീവ്രമായ മഴ വരെ സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മഴ ആ രീതിയിൽ കാലവർഷം എത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള മഴ പോലും ശക്തമായ രീതിയിൽ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ തോതും കൂടുതലാണ്. ഇനിയിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചില കണക്കുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് 14 വർഷങ്ങൾക്ക് ശേഷമാണത്രേ ഇതുപോലെ നേരത്തെ കാലവർഷം എത്തുന്നതെന്ന്. തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് നമുക്ക് സാധാരണ കാലവർഷം ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നു എന്ന് പറഞ്ഞാൽ പോലും ജൂൺ പകുതിയോടോ അല്ലെങ്കിൽ ഓഗസ്റ്റിലൊക്കെയാണ് കാലവർഷം ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ 14 വർഷത്തിന് ശേഷം നേരത്തെ പ്രവചിച്ചതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഴ ശക്തി പ്രാപിക്കുമ്പോൾ തന്നെ ചൂടിന് വലിയ ശമനമാകുന്നു. അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ മഴയുണ്ടാക്കാൻ പോകുന്ന കെടുതിയും അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ അതുകൂടി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതാണ് മനു. ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ഷീജ നമുക്ക് നൽകിയത്. സംസ്ഥാനത്ത് കാലവർഷം എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നേരത്തെ സംസ്ഥാനത്തേക്ക് കാലവർഷം എത്തുന്നത്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടും. ഇപ്പോൾ തന്നെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കാലവർഷത്തിൻ്റെ ഒരു ശക്തി കൂടി വരുമ്പോൾ ആ മഴ ഇനിയും കൂടാനുള്ള സാധ്യതയാണ്. അതിനനുസരിച്ചുള്ള പ്രവചനങ്ങൾ ഇപ്പോൾ അടുത്ത 2 ദിവസത്തേക്കുള്ള പ്രവചനങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. മറ്റിടങ്ങളിൽ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ അതിതീവ്രമായ ശക്തമായ മഴയുടെ മുന്നറിയിപ്പുകൾ വിവിധ ജില്ലകളിൽ നിൽക്കുന്നു എന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, കാലവർഷം എത്തിയിരിക്കുന്നു. അതിനനുസരിച്ച് ജാഗ്രത പാലിച്ചുകൊണ്ട് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന സർക്കാരും കാലാവസ്ഥാ വകുപ്പുകളും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് എല്ലാവർക്കും ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് ഈ കാലവർഷക്കാലവും കടന്ന് മുന്നോട്ട് പോകാൻ കഴിയണം. ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് നൽകിയത്.